2026 മാർച്ച് 22 ഞായറാഴ്ച, അതായത് ഇന്ന്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷാർജ തീരത്തിന് വടക്ക് വെച്ച് ഒരു വാണിജ്യ കപ്പലിന് സമീപം സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഷാർജ നഗരത്തിന് ഏകദേശം 15 നോട്ടിക്കൽ മൈൽ ഏകദേശം 28 കിലോമീറ്റർ വടക്ക് വെച്ച് ഒരു ബൾക്ക് കാരിയർ കപ്പലിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത്. തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രൊജക്ടൈൽ കപ്പലിന് തൊട്ടടുത്ത് പതിച്ചതാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസിയായ UKMTO അറിയിച്ചു. കപ്പലിലെ എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. കപ്പലിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ്. ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന മറ്റ് കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ഡിയോഗോ ഗാർഷ്യ വ്യോമത്താവളം ഉപയോഗിച്ച് ഇറാന് നേരെ ആക്രമണം നടത്താൻ UK അമേരിക്കയ്ക്ക് അനുമതി നൽകി. ഇറാനുമായുള്ള സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ യുണൈറ്റഡ് കിങ്ഡം തങ്ങളുടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ അഥവാ അന്തർവാഹിനി പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് വിന്യസിച്ചു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും US-ൽ നിന്ന് LPG-യും ഇന്ത്യയിലെത്തി. മുൻ FBI മേധാവി റോബർട്ട് മുള്ളറുടെ നിര്യാണത്തോടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വലിയ വിവാദമായിരിക്കുകയാണ്. മുള്ളറുടെ മരണവാർത്തയോട് പ്രതികരിക്കവേ ഗുഡ്, ഐ എം ഗ്ലാഡ്, അതായത് നന്നായി, എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. ഇത് രാഷ്ട്രീയ ലോകത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. ട്രംപിന്റെ ഈ പ്രതികരണം അറപ്പുളവാക്കുന്നത് ഡിസ്ഗസ്റ്റിംഗ് ആണെന്നും ഒരു മുൻ ഉദ്യോഗസ്ഥനോട് കാണിക്കേണ്ട മര്യാദ അദ്ദേഹം ലംഘിച്ചുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 2016 US തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലിനെക്കുറിച്ച് അന്വേഷിച്ച സ്പെഷ്യൽ കൗൺസിലായിരുന്നു റോബർട്ട് മുള്ളർ. അന്നുമുതൽ മുള്ളറും ട്രംപും തമ്മിൽ കടുത്ത ഭിന്നത നിലനിന്നിരുന്നു. മുള്ളറുടെ അന്വേഷണം തന്നെ വേട്ടയാടാനാണെന്ന് ട്രംപ് പലപ്പോഴും ആരോപിച്ചിരുന്നു. 81 വയസ്സിലാണ് റോബർട്ട് മുള്ളർ അന്തരിച്ചത്. വാഷിംഗ്ടൺ DC-യിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം.